ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ഇന്നലെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ നമുക്ക് ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഐസിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ. ഇതായിരുന്നു നമ്മുടെ കിച്ചൺ. ഞങ്ങൾ ഇന്നലെ ഇവിടെ കുക്കൊക്കെ ചെയ്തു. ഇതൊരു ബെഡ്റൂമായിരുന്നു. പിന്നെ ചെറിയ കോർട്ട്യാർഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ കുക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അത് ടോയ്ലറ്റാണ്. ഇറങ്ങാം, പോകാം. അങ്ങനെ നമ്മൾ ഡേ 2 ഇൻ യോർക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ യോർക്കിലൂടെ നടക്കുകയാണ്. ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ യോർക്ക് മിനിസ്റ്റർ എത്തി. കുട്ടിയമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാണ്. മാമ കുട്ടിയമ്മ അവരുടെ ഫോട്ടോ എടുത്തില്ല, അവര് കൊണ്ടുപോകാൻ തോന്നുന്നു കേട്ടോ. അവരെല്ലാരും മാറി മാറി എടുക്കുകയാണ്. നമ്മുടെ യേശു ബേബി ഇന്റർനാഷണലായി. കുട്ടിയമ്മ ഇന്റർനാഷണൽ. ചിരിച്ച സ്മൈൽ. Hotel. It's the highest hotel. ബേബിക്ക് ഇഷ്ടപ്പെട്ട്. ചൈനക്കാരോടെ പോവാൻ തോന്നുന്നു. നോക്കിയേ, ബേബി ഇങ്ങനെ ചൈനക്കാരെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓടി പോവാ. ബേബി ഇന്ന് ഹൈലൈറ്റ് ആണ് കേട്ടോ. എങ്ങോട്ടാണോ ചൈനയിലെ അമ്മച്ചി ഓടുന്നത്, അമ്മച്ചിയുടെ ഐസ അങ്ങ് ഓടി പോവാ. എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കിവിടെ അവര് ഫ്ലേവേർഡ് ടീ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുടിച്ചു നോക്കാം ആദ്യം. നല്ലതായിരുന്നു. ചേട്ടായിക്ക് കൊടുക്ക്. 2 ഫ്ലേവർ അവരുടെ ടീ ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പെയർ, ജിഞ്ചർ ആൻഡ് ചോക്ലേറ്റ്, പിന്നെ പിസ്താഷ്യോയുടെ. ഞാൻ പിസ്താഷ്യോയുടെ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളപ്പോ ഇങ്ങനെ സിറ്റി സെന്ററിൽ കൂടെ നടക്കുകയാണ്. അങ്ങനെ നമ്മള് സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗാർഡനിലേക്ക് എത്തിക്കുവാണ്. പിന്നെ സൂര്യൻ എത്തി. സണ്ണ് തിരിച്ചെത്തി. യോർക്ക് മ്യൂസിയം ഗാർഡൻ. അടുത്ത പൊളിഞ്ഞ ബിൽഡിങ്. ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് അതിന്റെ ഒരു വ്യൂവില് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്യുക.
നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടുന്ന് എക്സിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ റിവറിന്റെ സൈഡിലെത്തി. ഇതാണ് റിവർ. ബോട്ടിൽ പോയാലോ? ഈസ ബേബി എടുത്തോണ്ട് റവിച്ചോണ്ട് നിൽപ്പുണ്ട്. ബോട്ടിൽ പോയാലോ? ഇതെടുക്കുക. ഞങ്ങൾ ബോട്ടിൽ പോവാ. ക്രൂയിസ് ഉണ്ട് ഇവിടെ. 45 മിനിറ്റ് സൈറ്റ് സീയിങ് ക്രൂയിസ്. ഈസ 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 എവിടെ പോവാ? ബോട്ടിങ്ങിന് പോണോ? ഒരു ബ്രേക്ക്. അപ്പം നമ്മളിവിടെ ലെൻഡാൽ ബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതിനപ്പുറത്ത് റിവറാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ബ്രിഡ്ജ്. ഇത് കണ്ടോ? ഈസ എന്താ തല അപ്പുറത്തിട്ടേക്കുക. തല അതിലിറങ്ങി പോരുന്നില്ല. തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 1 o'clock ആയിട്ടുണ്ട്. 2 o'clock വരെയാണ് നമ്മുടെ പാർക്കിംഗ്. അതിനുള്ളിൽ നമ്മൾ അവിടെ തിരിച്ചെത്തണം. നമ്മളിവിടെ വ്യൂസ് എല്ലാം കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സിറ്റി വോൾസ് എന്നറിയപ്പെടുന്ന ഒരു വോളാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ട 2000 വർഷം പഴക്കമുള്ളതാണ് ഈ സിറ്റി വോൾ. പിന്നീട് റോമൻ കാലഘട്ടത്തിൽ തുടങ്ങിയതും പിന്നീട് ഇത് വികസിപ്പിച്ചെടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വിസിറ്റേഴ്സിനൊക്കെ ഈ വോളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് യോർക്ക് സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഹിസ്റ്റോറിക് ബിൽഡിങ്സ് കാണാം, മറ്റേ സൈഡിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഒരു മോഡേൺ സിറ്റി കാണാം. അപ്പോൾ അങ്ങനെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. ഈ വോൾ ഏകദേശം 3.5 കിലോമീറ്ററോളം നീളമുള്ളതാണ്. അതുകൊണ്ട് സ്ലോ ആയി നടക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹിസ്റ്ററി ഫീലൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞപ്പോഴാണ് ഇതിലെ നടക്കുന്നത്. എനിവേ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ യോർക്ക് സിറ്റി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിറ്റി വോൾ വോക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് ഞങ്ങൾ വേറൊരു ചേർച്ച് കണ്ടു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ചേർച്ച് ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേർച്ചിൽ കയറി ഒരു 5 മിനിറ്റ്സ് പ്രാർത്ഥിച്ചു. ചേർച്ചിനകത്തുള്ള വ്യൂ എല്ലാം ഒന്ന് കണ്ടു. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി. അപ്പോൾ നിങ്ങൾ യോർക്ക് സിറ്റി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സിറ്റി വോൾ വോക്ക് ട്രൈ ചെയ്യണം. നല്ല ഹിസ്റ്ററി വ്യൂസും പീസ്ഫുള്ളായിട്ടുള്ള വൈബും ഒക്കെ തന്നെയാണ്. ഈ ഒരു വണ്ടിയാണ് കണ്ടത്. ഇത് റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വെഹിക്കിളാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് റോഡിൽ കൂടെ ഓടുന്ന ഒരു ട്രെയിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ ഈ യോർക്ക് മിനിസ്ട്രിയിൽ നിന്ന് മ്യൂസിയം വരെ ഈ ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ 5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 5 പൗണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം വരെ പോയിട്ട് തിരിച്ച് അവരിവിടെ തന്നെ കൊണ്ടാക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ കാറ് നമ്മൾ പാർക്ക് ചെയ്തെടുത്തുനിന്ന് ടൈം ആയിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്ത് പോയി കാറിലാണ് നമ്മൾ റെയിൽവേ മ്യൂസിയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. വീണ്ടും ചോദിക്കാതിരുത്. കവള് കൊണ്ട് മുട്ടിച്ചും വാങ്ങിക്കുവാണോ റവിച്ചൻ? മതി 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 മതി, സൂക്ഷിച്ച്. നമ്മൾ തിരിച്ചു പോവുകയാണ്. യോർക്ക് മിനിസ്റ്റർ നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചു പോവാണ്. പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി റെയിൽവേ മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും റെയിൽവേ മ്യൂസിയത്തിലോട്ടുള്ള ആ ഷട്ടിൽ സർവീസ് നമ്മൾ യോർക്ക് മിനിസ്റ്റർ വെച്ച് കണ്ടില്ലേ, ആ ഷട്ടിൽ സർവീസാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും റെയിൽവേ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ചൊരു 5 മിനിറ്റ്സ് നടന്നിട്ടാണ് റെയിൽവേ മ്യൂസിയത്തിലേക്ക് എത്തിയത്. എൻട്രി ഫ്രീ ആണ്.
അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫുൾ ഡേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാഷണൽ റെയിൽവേ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ ലവേഴ്സിനും ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇവിടെ ഏകദേശം 300-ൽ പരം ഹിസ്റ്റോറിക് ട്രെയിൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. സ്റ്റീം എൻജിൻ മുതൽ മോഡേൺ ഹൈ സ്പീഡ് ട്രെയിൻസ് വരെ ഇവിടെ ഉണ്ട്. മ്യൂസിയത്തിലുള്ള ട്രെയിൻസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പഴയകാല യാത്രയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല ഫണ്ണായിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് തീർച്ചയായും യോർക്കിൽ വരുവാണെങ്കിൽ റെയിൽവേ മ്യൂസിയം ഒരിക്കലും മിസ് ചെയ്യരുതേ. യോർക്കിലെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഞങ്ങളുടെ യാത്രകൾ ഇനിയും തുടരും. അതുവരെയും ടേക്ക് കെയർ, ബൈ.